ഉത്തർപ്രദേശിലെ യാത്രാസിൽ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിച്ചതിൽ അതീവ ദുഃഖമുണ്ടെന്ന് ആൾദൈവം ഭോലെ ബാബ പറയുന്നു. ദുരന്തത്തിനിരയായവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നെന്നും ഭോലെ ബാബ ദുരന്തമുണ്ടാക്കിയവർ ശിക്ഷിക്കപ്പെടുമെന്നുമാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനിടെ അജ്ഞാത കേന്ദ്രത്തിലെത്തി പോലീസ് ഭോലെ ബാബയുടെ മൊഴി രേഖപ്പെടുത്തിയെന്നും സൂചന വരികയാണ്. नारायण साकार हर की संपूर्ण ब्रह्मांड में सदा सदा के लिए जय जयकार। हम 2 जुलाई की घटना के बाद बहुत ही व्यथित हैं। प्रभु हमें बस संगत को इस दुख की घड़ी से उबरने की शक्ति दें। सभी शासन एवं प्रशासन पर भरोसा बनाए रखें। हमें विश्वास है രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, ശരിക്കും ഇദ്ദേഹത്തെ രഹസ്യ താവളത്തിൽ ചോദ്യം ചെയ്തു എന്ന രീതിയിൽ വാർത്ത വരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷമായ ഇടപെടൽ ഇക്കാര്യത്തിൽ എന്താണ്? എന്തായാലും ഇത്രയധികം ആളുകൾ തടിച്ചുകൂടുന്ന സ്ഥലത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കാണാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തെറ്റ്. പറയൂ വിവരങ്ങൾ. തീർച്ചയായിട്ടുമാണ് SKN. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള വലിയ കൂട്ടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താവ് ഈ ആൾദൈവം തന്നെയാണ്. അതുകൊണ്ട് ഭോലെ ബാബ എന്ത് പറഞ്ഞാലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ബാധ്യത അതുകൊണ്ട് തന്നെ ഇല്ലാതാകുന്നില്ല. കാരണം ഇങ്ങനെ കൂടുന്ന ആൾക്കൂട്ടങ്ങളിൽ നിന്നും പിരിഞ്ഞു കിട്ടുന്ന സംഭാവനകൾ അത് ലക്ഷങ്ങളോ അല്ലെങ്കിൽ കോടികളോ അടുത്ത് വരുന്ന സമ്പാദ്യങ്ങളായി അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടാവുകയും നിരവധി വസ്തുവകകളടക്കം ഇതിൻ്റെ ഭാഗമായി അദ്ദേഹം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് താൻ നിരപരാധിയാണ് എന്ന് സൂചിപ്പിച്ച് അദ്ദേഹം ഇപ്പോൾ പുറത്തുവിടുന്ന ഈ വീഡിയോ ദൃശ്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന നിയമസഹായത്തിൻ്റെ അടിസ്ഥാനത്തിലും നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണമായിട്ട് ഇപ്പോൾ പോലീസ് അടക്കം പങ്കുവയ്ക്കുന്നത്. ഈ വിഷയത്തിൽ ഭോലെ ബാബ ഈ സംഭവം ഉണ്ടായതിന് തൊട്ടടുത്ത സമയം മുതൽ തന്നെ ഒളിവിലാണ്. അദ്ദേഹം അജ്ഞാത കേന്ദ്രത്തിൽ നിന്നാണ് പോലീസിനോട് മൊഴി നൽകിയത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം അത് രണ്ട് പക്ഷങ്ങളിലുമുള്ള സ്വാധീനം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് പോയി ചോദ്യം ചെയ്ത് മടങ്ങി പോലീസ് എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ വീഡിയോ സന്ദേശം വന്നിരിക്കുന്നത്. ഈ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം തൻ്റെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ വിഷമിക്കുന്നു, ഭരണകൂടത്തിനോട് അവർ നടത്തുന്ന അന്വേഷണത്തോട് എല്ലാവിധത്തിലുള്ള ആത്മാർത്ഥതയും പുലർത്തണം, അഥവാ അതിൽ വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വിഷയത്തിൽ താൻ ഏതെങ്കിലും വിധത്തിൽ ഒരു കുറ്റക്കാരനല്ല എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഈ അന്വേഷണത്തെ സ്വാധീനിക്കുക, വഴിതെറ്റിക്കുക, ഇതൊക്കെയാകും ഈ വീഡിയോ സന്ദേശത്തിന്റെ ലക്ഷ്യം എന്ന് വേണം നമുക്ക് കരുതാൻ. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി അടുത്ത നടപടി എന്താകും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ജിജ്ഞാസയാണ് ഈ അന്വേഷണം വീക്ഷിക്കുന്ന എല്ലാവർക്കും ഉള്ളത്. ഈ ഭോലെ ബാബ ആ മേഖലയിലെ അടുത്തു തന്നെ ഉണ്ട്, അല്ലെങ്കിൽ പുറത്തേക്ക് പോയിട്ടില്ല എന്ന് ഇതിനകം തന്നെ പോലീസിന് വ്യക്തമാക്കാൻ സാധിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ചോദ്യം ചെയ്തത്. ഇന്നലെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ആ മേഖല സന്ദർശിക്കുകയും ഉണ്ടായ സംഭവത്തിൽ വലിയ വീഴ്ചകൾ ഉണ്ടായി എന്ന് പറയുകയും അനുശോചനം ഈ ബന്ധപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ വിഷയത്തിൽ അങ്ങനെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഈ വിഷയത്തിൽ അന്വേഷണം ഇഴയുന്നു എന്ന് പറയുന്ന വിധത്തിലാണ് കാര്യങ്ങൾ എന്നതും ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ്. SKN. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ.